ചങ്ങനാശ്ശേരി പറാൽ കുമരങ്കരി റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. AC റോഡ് നിർമ്മാണ വേളയിൽ ഭാരവാഹനങ്ങൾ നിരന്തരം സഞ്ചരിച്ചതാണ് റോഡ് തകരാൻ കാരണം. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാതെ വന്നതോടെ ജനകീയ സമിതി രൂപീകരിച്ച് ശക്തമായ സമരത്തിലേക്ക് കടക്കുവാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ചങ്ങനാശ്ശേരിയുടെ ഹൃദയഭാഗവും ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയുമാണ് പറാൽ കുമരങ്കരി റോഡ്. കാവാലം, കൃഷ്ണപുരം, വെളിയനാട് പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകുന്ന വഴിയാണിത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചതോടെ ഭാരവാഹനങ്ങൾ ഈ വഴി നിരന്തരം സഞ്ചരിച്ചതാണ് റോഡ് തകരാൻ കാരണം. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പണിയോടുകൂടി സത്യം പറഞ്ഞാൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. റോഡ് പണിയോടുകൂടി ഉണ്ടായതാണ്. ടോറസുകൾ ഇതിലുള്ള യാത്രയാണ് മെയിനായിട്ടും. അതിനിടയ്ക്ക് മഴ പെയ്തു, വെള്ളം പൊങ്ങിയപ്പോഴത്തേക്ക് പ്രദേശത്തെ പാടശേഖരമായതുകൊണ്ട് ഒരു കെട്ടർപ്പില്ലാത്ത റോഡായതിന്റെ വിഷയത്തിൽ ഇരുത്തുണ്ടായി. ഒരു കാരണത്താലും നമുക്ക് ഇതിലെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. മഴയും വെള്ളപ്പൊക്കവും AC റോഡ് നിർമ്മാണ വേളയിൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടപ്പോൾ ഉണ്ടായ തിരക്കും മൂലം റോഡ് പൂർണ്ണമായും തകർന്നു. ഇപ്പോൾ ഈ വഴിയിലൂടെ യാത്ര തീർത്തും ദുഷ്കരമാണ്. പലതവണ MLAയ്ക്കും മറ്റധികാരികൾക്കും നിവേദനങ്ങൾ നൽകി. കളിവെള്ളമിറക്കിയും വാഴ നട്ടും പ്രതിഷേധിച്ചു. ഒടുവിൽ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ഇനിയും അവഗണന തുടർന്നാൽ നിരാഹാര സമരമടക്കമുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുവാനാണ് തീരുമാനമെന്ന് സമരസമിതി ചെയർമാൻ മണിവാസൻ KCV ന്യൂസിനോട് പറഞ്ഞു. ഇപ്പൊ ഈ പാടശേഖരത്തിലെ കൃഷി ഏകദേശം 10-15 ദിവസമായി ആദ്യത്തെ വളവിടിയിലായിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ വളവിടിക്കൊണ്ടായിരിക്കുന്നതുപോലെ ഒരു ചെറിയൊരു വളവോ അല്ലെങ്കിൽ വിഷമോ എന്തോലും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ പോലും ഓട്ടോറിക്ഷക്കാരെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കുകയാണ്. 8 കോടി രൂപയോളം പാസ്സാക്കി ടെൻഡറായി കിടക്കുമെന്ന് MLA പറയുന്നുണ്ടെങ്കിലും പറാൽ പ്രദേശം ബോട്ടിയെട്ടി മുനിസിപ്പാലിറ്റി ഒരു കിലോമീറ്ററോളം വരും. ബാക്കി 2.5 കിലോമീറ്ററോളം പറാൽ പ്രദേശമാണ്, പഞ്ചായത്തുകളാണ്. വാടപ്പള്ളി പഞ്ചായത്തിന്റെ 21-20 വാർഡുകൾ ചൂർന്നാണിത്. പല ആൾക്കാർക്കും നമ്മൾ MLA പോലും മറ്റേ ആൾക്കാർ നമ്മൾ നിവേദനം കൊടുത്തെങ്കിലും അതിൻ്റെ ഒരു സാഹചര്യമോ അവരൊന്നും ഇതുവരെ നമ്മളെ മറുപടി തരികയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം, നിരാഗ്രഹം തന്നെ ഇരിക്കാനുള്ള ഒരു കണക്കൂട്ടൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളെ. ഈ കുട്ടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ 3 അടി വയ്ക്കുമ്പോൾ റോഡിൽ തന്നെ വെള്ളം പൊങ്ങുന്ന അവസ്ഥയാണ്. ഇനിയും റോഡ് പണിതാൽ തന്നെ ഒരു 2.5 അടിയെങ്കിലും പൊക്കി വേണം, വീതി കൂട്ടി വേണം റോഡ് പണിയാൻ വേണ്ടി. അല്ല തന്നെ വീണ്ടും ശോചനീയാവസ്ഥ തന്നെ ആയിരിക്കും. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുന്നു. വഴിയെക്കുറിച്ച് കൂടുതൽ നിശ്ചയമുള്ള നാട്ടുകാരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാത്രമേ ഇപ്പോൾ ഈ വഴി ഓട്ടം വരികയുള്ളൂ. കുഴിയിൽ വീണ് വാഹനങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നതിനാൽ പലരും മടിക്കുകയാണ്. ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ നിന്നും കുമരങ്കരി പാലം വരെയുള്ള ഈ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ MLA അടക്കമുള്ള ജനപ്രതിനിധികളും അധികാരികളും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.